ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ 15ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ്. എ പേഴ്സൺ 1.8 മീറ്റർ ടോൾ സ്റ്റാൻഡിംഗ് അറ്റ് ദി ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് 25 മീറ്റർ ഹൈ സീസ് എ ബോട്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 35 ഡിഗ്രി. ഹൗ ഫാർ ഈസ് ദി ബോട്ട് ഫ്രം ദി ഫുട്ട് ഓഫ് ദി ലൈറ്റ് ഹൗസ്? അതാണ് ക്വസ്റ്റ്യൻ. അതായത് കടൽ തീരത്തുള്ള ഒരു ലൈറ്റ് ഹൗസ്, അതിന് 25 മീറ്റർ ഉയരമുണ്ട്. അതിന്റെ മുകളിൽ 1.8 മീറ്റർ ഉയരമുള്ള ഒരാൾ നിന്നിട്ട് കടലിൽ കിടക്കുന്ന ഒരു ബോട്ട് വീക്ഷിക്കുന്നു. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 35 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് കാണുന്നത്. അങ്ങനെയാണ് ഹൗ ഫാർ ഈസ് ദി ബോട്ട് ഫ്രം ദി ഫുട്ട് ഓഫ് ദി ലൈറ്റ് ഹൗസ് എന്നാണ് ചോദ്യം. അപ്പോൾ ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ നിന്ന് ബോട്ട് എത്ര അകലെയാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു ചിത്രം വരയ്ക്കണം. എന്തൊക്കെ വേണം? ഒരു ലൈറ്റ് ഹൗസിന് നമുക്ക് ഒരു വര കൊണ്ട് സൂചിപ്പിക്കാം. കുറച്ച് അകലെയായിട്ട് ഒരു ബോട്ട് കിടക്കുന്നു. ബോട്ടിന്റെ സ്ഥാനം രേഖപ്പെടുത്തിയാൽ മതി. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ 1.8 മീറ്റർ ഉയരമുള്ള ഒരാൾ നിൽക്കുന്നു. ഇത്രയും കാര്യങ്ങളൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് ഒരു ബോട്ട്, ലൈറ്റ് ഹൗസിന്റെ മുകളിൽ 1.8 മീറ്റർ ഉയരമുള്ള ഒരാൾ നിന്നിട്ട് ഈ ബോട്ട് വീക്ഷിക്കുന്നു. ഇത് സ്ട്രെയിറ്റ് വ്യൂ, ഇത് ലോവേഡ് വ്യൂ. അപ്പോൾ 35 ഡിഗ്രി ആംഗിൾ ഡിപ്രഷനിലാണ് കാണുന്നതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിൽക്കുന്ന ആള് 35 ഡിഗ്രി ആംഗിൾ ഡിപ്രഷനിൽ ബോട്ടിന്റെ സ്ഥാനം നിരീക്ഷിക്കുന്നു. അപ്പോൾ ലൈറ്റ് ഹൗസിന്റെ ഉയരം നമുക്കറിയാം 25 മീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദി പേഴ്സൺ സ്റ്റാൻഡിംഗ് ഓൺ ദി ലൈറ്റ് ഹൗസ് ഈസ് 1.8 മീറ്റർ. അപ്പോൾ ഇത് 1.8 ആണ്, ഇത് 25 ആണ്. അപ്പോൾ ഇത് 35 ഡിഗ്രിയാണ്. അപ്പൊ നോക്കിയാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായത്, ഇത് അഡ്ജസന്റ് സൈഡ് വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെ അഡ്ജസന്റ് സൈഡാ. എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കുന്ന രീതിയിൽ ആംഗിൾ എടുക്കുകയാണെന്നല്ല. അപ്പൊ ഇത് 35 ആകുമ്പോൾ ഈ ആംഗിൾ ഒന്ന് കണ്ടുപിടിക്കാം. 90 35 കുറച്ചാൽ മതിയല്ലോ. 90 - 35 55. അപ്പോ ഈ ആംഗിൾ 55 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസന്റ് സൈഡ് എത്രയാ? അഡ്ജസന്റ് സൈഡ് 25 + 1.8, അതായത് 26.8. അപ്പോ 55ന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അഡ്ജസന്റ് സൈഡ് അറിയാം. അപ്പൊ ഓപ്പോസിറ്റും അഡ്ജസന്റും കണക്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? tan. അപ്പൊ tan 55 എടുക്കാം. tan 55 = CD/AC, അതായത് ഓപ്പോസിറ്റ് സൈഡ് CD/AC, അഡ്ജസന്റ് സൈഡ് AC. അവിടെ AC എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 26.8 ആണ്. അപ്പൊ tan 55 = CD/26.8. അപ്പൊ CD = 26.8 × tan 55. അതായത് ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ഇൻറ്റു tan ഓഫ് ദി ആംഗിൾ ആയിരിക്കും എപ്പോഴും. അപ്പൊ അഡ്ജസന്റ് സൈഡ് 26.8 ആണ്. അപ്പൊ 26.8 × tan 55 ആണ് ആൻസർ. അപ്പൊ tan 55ന്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. അത് 1.4281 ആണ്. അപ്പൊ 26.8 × 1.4281, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 38.27 മീറ്റർ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ നിന്ന് 38.27 മീറ്റർ അകലെയാണ് ബോട്ടിന്റെ സ്ഥാനം. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. A boy 1.5 meter tall standing at the edge of a canal sees the top of a tree on the opposite edge at an angle of elevation 70 degree. Stepping 10 meter back, he sees it at an angle of elevation 25 degree. How wide is the canal and how tall is the tree? ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അവിടെ അതിൽ ചെറിയൊരു വ്യത്യാസത്തിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. കാരണം ഇരട്ടി ആംഗിൾ അല്ല, ആംഗിളില് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു കനാലിന്റെ ഓപ്പോസിറ്റ് എഡ്ജിൽ ഉള്ള ഒരു മരത്തിന്റെ ഉയരം ഇക്കരെ നിന്നിട്ട് എങ്ങനെ കണക്കാക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചിത്രം വരച്ചു നോക്കാം. അപ്പൊ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ലൈറ്റ് കനാലിന്റെ വീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. BF എന്ന് പറഞ്ഞ കനാലിലാണ്. കനാലിന്റെ ഒരു എഡ്ജില് ഒരു മരം നിൽക്കുന്നു, അതാണ് AB. അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജില് ഒരാൾ നിൽക്കുന്നു. ആളുടെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. 1.5 മീറ്റർ ഉയരമുള്ള ഒരാള് കനാലിന്റെ ഓപ്പോസിറ്റ് എഡ്ജിൽ നിൽക്കുന്നു. ഇങ്ങേ എഡ്ജില് ഒരു മരം നിൽക്കുന്നുണ്ട്. He sees the top at an angle of elevation 70 degree. ഇവിടെ നിന്നിട്ട് 70 ഡിഗ്രി ആംഗിളിലാണ് ഈ മരത്തിന്റെ ടോപ്പ് കാണുന്നത്. ഇനി എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പിംഗ്
10 meter back, ഇവിടുന്ന് 10 മീറ്റർ പുറകോട്ട് മാറുന്നു. ആൻഡ് ഹി സീസ് ദി ടോപ്പ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 25 ഡിഗ്രി. അതായത് ഇവിടുന്ന് 10 മീറ്റർ പുറകോട്ട് മാറിയിട്ട് അവിടെ നിന്നും ഇതേപോലെ മരത്തിന്റെ മുകളറ്റം വീക്ഷിക്കുന്നു. ഹി സീസ് ദി ടോപ്പ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 25 ആണ് തന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ഇതിന്റെ ട്വൈസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, അതുകൊണ്ട് നമുക്ക് ആ എളുപ്പവഴി ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിഡ്ത്ത് ഓഫ് ദി കനാലും കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ദി ട്രീയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ എ ജി എന്ന് പറയുന്ന ഹൈറ്റ്, നമുക്ക് എ ബി എന്ന ഹൈറ്റ് ആണ് മരത്തിന്റെ ഹൈറ്റ്, നമുക്ക് ഈ ട്രയാങ്കിൾ ആണ് ആദ്യം എടുക്കുന്നത്. അപ്പൊ എ ജി എന്ന ഹൈറ്റ് നമുക്ക് എച്ച് എന്ന് എടുക്കാം, ജി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദി കനാൽ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ലെറ്റ് ദി ഹൈറ്റ് എ ജി ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദി കനാൽ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ രണ്ട് വേരിയബിൾ ആണ് ഇവിടെ വരുന്നത്. ആ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടണം. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സും എച്ചും കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ മെത്തേഡ്. അപ്പൊ നോക്കി, ആദ്യത്തെ ട്രയാങ്കിൾ സ്മോൾ ട്രയാങ്കിൾ എടുക്കുന്നു. അതിൽ 70യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് എച്ച്, അഡ്ജസന്റ് സൈഡ് ആണ് എക്സ്. അപ്പൊ എന്ത് വരും? ഇൻ ഫ്രം ട്രയാങ്കിൾ എ ജി ടാൻ 70, ഓപ്പോസിറ്റും അഡ്ജസന്റും കണക്ട് ചെയ്യുന്ന റേഷ്യോ ടാൻ. അപ്പൊ ടാൻ 70 ഈസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ്. 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എച്ച് എന്ന് എടുത്തു. വിഡ്ത്ത് ഓഫ് ദി കനാൽ അഡ്ജസന്റ് സൈഡ് ആണ്, അത് എക്സ് എന്ന് എടുത്തു. അപ്പൊ ടാൻ 70 എച്ച് ബൈ എക്സ്, അത് ക്രോസ് മൾട്ടിപ്ലൈ. എച്ച് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യാന്നുള്ള എക്സ് ഇപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാന്നാവും. അപ്പൊ എക്സ് ടാൻ 70, ടാൻ 70യുടെ വാല്യൂ ടേബിളിൽ നോക്കണം, 2.7475. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു 2.7475 എക്സ് എന്ന് കിട്ടും. അപ്പൊ എച്ചും എക്സും ചേർന്നുള്ള ഒരു റിലേഷൻ കിട്ടി. ഇനി അടുത്ത ട്രയാങ്കിൾ എടുക്കുക, ഏതാ? ഈ ട്രയാങ്കിൾ എ ജി ഡി. അപ്പൊ ട്രയാങ്കിൾ എ ജി ഡി എടുക്കുമ്പോഴോ വൺ ആംഗിൾ 25, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് എച്ച്, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത്രയും ലെങ്ത് വരും. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ 10ഉം എക്സും കൂടി ആഡ് ചെയ്യുന്നത്, അതായത് ഇത് 10 പ്ലസ് എക്സ്, ഇത് എച്ച്. അപ്പോ ടാൻ 25 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10 ആണ്. അപ്പോൾ ടാൻ 25 ഈസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ് പ്ലസ് 10. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യാന്നുള്ള എക്സ് പ്ലസ് 10 ഇപ്പറേറ്റ് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാന്നാവും. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 ഇൻറ്റു ടാൻ 25. എക്സ് പ്ലസ് 10 ഇൻറ്റു ടാൻ 25 എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ടാൻ 25 പ്ലസ് 10 ഇൻറ്റു ടാൻ 25. അപ്പൊ എക്സ് ടാൻ 25 പ്ലസ് 10 ഇൻറ്റു ടാൻ 25ന്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. ടാൻ 25 എന്ന് പറഞ്ഞാൽ 0.4663 ആണ്. അപ്പോ എച്ച് ഇസ് ഈക്വൽ ടു 0.4663 എക്സ് പ്ലസ് 10 ഇൻറ്റു 0.4663. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, ഒരു ഡെസിമൽ പ്ലേസ് റൈറ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ 4.663. അപ്പൊ 2.7475 എക്സ് ഇസ് ഈക്വൽ ടു, കാരണം അവിടെ എച്ച് ഇസ് ഈക്വൽ ടു 2.7475 എക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ റീപ്ലേസ് ചെയ്യും, എച്ചിന്റെ സ്ഥാനത്ത് 2.7475. ഇത് എച്ച് ഇസ് ഈക്വൽ ടു കിട്ടിയിരിക്കുന്നത്, എച്ച് ഇസ് ഈക്വൽ ടു 0.4663 എക്സ് പ്ലസ് 10 ഇൻറ്റു 0.4663. ഈ എച്ചിന്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കുക, അതായത് 2.7475 എക്സ് ഈക്വൽ ടു 0.4663 എക്സ് പ്ലസ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.663 വരും. അപ്പൊ 2.7475 എക്സ് ഈ ആഡ് ചെയ്യാന്നുള്ള എക്സ് അല്ല ഒരുമിച്ച് കൊണ്ടുവരികയാണ്, ആഡ് ചെയ്യാന്നുള്ള 0.4663 എക്സ് ഇപ്പോഴത്തെ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യാന്നുള്ള ആയിട്ട് വരും. അപ്പൊ 2.7475 എക്സ് മൈനസ് 0.4663 എക്സ് ഈക്വൽ ടു 4.663. ഇത് സബ്ട്രാക്ട് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2.28, അതായത് 2.7475 എന്ന് 0.4663 കുറച്ചാൽ മതി. അപ്പൊ 2.2812 എക്സ് ഈക്വൽ ടു 4.663. അപ്പൊ എക്സ് കാണാൻ എന്ത് ചെയ്യണം? 4.663 ഡിവൈഡഡ് ബൈ 2.2812 ഡിവൈഡ് ചെയ്യുക. ഡെസിമൽ പ്ലേസ് ഒക്കെ മാറ്റി, അതായത് 46,630 ഡിവൈഡ് ബൈ 22,812 ഡിവൈഡ് ചെയ്യുമ്പോൾ 2.044 മീറ്റർ കിട്ടും. അപ്പൊ എക്സ് എന്ന് കിട്ടി. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. എച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2.7475 എക്സ് ആണ് എച്ച്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കുക 2.044. അപ്പൊ 2.7475 ഇൻറ്റു 2.044 കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 5.616. അപ്പൊ 5.616 എന്ന് പറയുന്നതാണ് എ ജി, ഈ ഇത്രയും നീളം. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറയുമ്പോൾ അതിനോട് 1.5 കൂടി കൂട്ടണം. വിഡ്ത്ത് ഓഫ് ദി റിവർ, വിഡ്ത്ത് ഓഫ് ദി കനാൽ ഓൾറെഡി നമുക്ക് കിട്ടി. എത്രയാണ്? 2.044 മീറ്റർ. ഓക്കെ, അപ്പോ എ ബി ഇസ് ഈക്വൽ ടു 5.616
616 പ്ലസ് 1 അതാണ് ആളുടെ ഹൈറ്റും കൂടി കൂട്ടണം. മരത്തിന്റെ ഉയരം കാണണമെങ്കിൽ ഈ എച്ച് പ്ലസ് 1.5 ആണ്. അപ്പോൾ 5.616 കൂടെ 1.5 ആഡ് ചെയ്യുമ്പോൾ 7.116 എന്ന് കിട്ടും. അത് രണ്ട് ഡെസിമേഷൻ കറക്റ്റ് ചെയ്ത് 7.12 മീറ്റർ. അപ്പോൾ width of the canal is 2.04 meter and height of the tree is 7.12 meter. അപ്പോൾ കനാലിന്റെ ഇക്കരെ നിന്നിട്ട് അക്കരെയുള്ള മരത്തിന്റെ ഉയരവും കനാലിന്റെ വീതിയും നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഒന്ന് ചെയ്ത് പഠിച്ചെങ്കിലേ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഡെസിമൽ നമ്പറൊക്കെ വരുമ്പോൾ കാൽക്കുലേഷനൊക്കെ ചെയ്ത് തന്നെ ശീലിക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.